ഉപന്യാസം പോലെ തന്നെ വരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയോ മക്കൾക്ക്? നോക്കൂ മക്കള്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ മലയാളം ഫസ്റ്റിലോ സെക്കൻഡിലോ എന്തായാലും 100% ഉറപ്പുള്ള ചോദ്യമാണല്ലോ. പുറമെ നിന്നും ഒരു കവിതയോ ഗദ്യമോ തന്നിട്ട് അതിൻ്റെ ആസ്വാദനം തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ആസ്വാദനം തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സ്വന്തം വായനാനുഭൂതിയെ സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്നതിനെയാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയാം കേട്ടോ. നമ്മൾ വായിച്ച ഒരു വസ്തുവിനെ നമ്മുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി, സ്വതന്ത്ര ബുദ്ധിയോടു കൂടി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കണം, സ്വന്തം വായനാനുഭൂതിയെ സ്വതന്ത്രമായി അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? എന്ത് പറയുന്നത്? എന്ത് പറയുന്നത്? ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. ഇനിയോ, ശ്രദ്ധാപൂർവം വായിക്കുക, കേന്ദ്രാശയം കണ്ടെത്തുക. ആസ്വാദനം ചോദിക്കുമ്പോൾ ആദ്യം എന്തെങ്കിലും ഒരു ആദ്യത്തെ വരി വായിച്ച് അങ്ങ് എഴുതി പോവരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം തരുന്ന സമയത്ത് അത് വായിച്ച്, ഒരു കവിതയാവട്ടെ ഗദ്യമാവട്ടെ, വായിച്ചിട്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഉണ്ടാകുമല്ലോ കവിതയ്ക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ടാകും. ആ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. ആ ആശയം കണ്ടെത്തുക. എന്നിട്ടോ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശീർഷകം നമുക്ക് കൊടുക്കാം. ആസ്വാദനത്തിന് ശീർഷകം കൊടുക്കുന്നത് കൊണ്ട് ഒരു അപാകതയുമില്ല. ശീർഷകം കൊടുത്താൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കേന്ദ്ര ആശയം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ശീർഷകം എഴുതാൻ പോകാവൂ. പിന്നെ ഖണ്ഡിക തിരിച്ച് പാരഗ്രാഫ് തിരിച്ച് എഴുതിയാൽ ഏറ്റവും വൃത്തിയായി ജനങ്ങൾക്ക് അത് വായനക്കാരന് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എഴുതിയതിന് വൃത്തിയും മെനയും ഉണ്ടാകും, ഒരു പ്രത്യേക ശൈലിയും ഉണ്ടാകും. പിന്നെ ആമുഖം എഴുത്തുകാരനെ പരിചയപ്പെടുത്തലാണ് കേട്ടോ. ആമുഖം എപ്പോഴും, ആസ്വാദനക്കുറിപ്പിൻ്റെ ആമുഖം എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനെ കുറിച്ച് എഴുതുക. ആ എഴുത്തുകാരനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ എഴുതുക കേട്ടോ. കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ എഴുതുക. അദ്ദേഹത്തെക്കുറിച്ച് എഴുത്തുകാരനെ കുറിച്ച് എഴുതുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭാവനയ്ക്കല്ല, എഴുത്തുകാരനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടെങ്കിൽ മാത്രമേ എഴുത്തുകാരനെക്കുറിച്ച് കൂടുതൽ എഴുതാവൂ. ഇല്ലാത്തതൊന്നും എഴുതി വെക്കരുത്. അപ്പോൾ എഴുത്തുകാരനെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തുന്നതായിരിക്കണം ആമുഖം. പിന്നെയോ, തന്നിരിക്കുന്ന കവിതയോ ഗദ്യമോ ആവട്ടെ അതിലെ ആശയം അവതരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെയോ, സമാന ആശയമുള്ള വരികളോ വാക്യങ്ങളോ ഒക്കെ ഉണ്ടാകും അല്ലേ. ഇപ്പം ഉദാഹരണത്തിന് എഴുത്തച്ഛനൊരു കവിത എടുക്കാം നമുക്ക്. എഴുത്തച്ഛനൊരു കവിത എന്താണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. അതിനോട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന മറ്റൊന്നാണ് പൂന്താനത്തിൻ്റെ വരികൾ എഴുതി, പൂന്താനത്തിൻ്റെ ഏതെങ്കിലും 2 വരി എഴുതി ഇതിനോട് സാമ്യതയുള്ള വരിയാണ്. ഇങ്ങനെ തന്നിരിക്കുന്ന കവിതയിലെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും വരികളോ വാക്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് എഴുതാം. പിന്നെയോ, രചനാ സവിശേഷത ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഈ രചനയ്ക്ക് തന്നിരിക്കുന്ന കവിതയാവട്ടെ ഗദ്യമാവട്ടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് സാധാരണ കവിതയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ആശയ പ്രത്യേകതയുണ്ടോ? ഉണ്ടെങ്കിൽ അതും എഴുതണം. പിന്നെയോ, സാമൂഹിക സമകാലിക പ്രസക്തി വേണം. ആ തന്നിരിക്കുന്ന കവിതയ്ക്ക് എന്തെങ്കിലും സാമൂഹിക പ്രസക്തി ഉണ്ടോ? ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അതൊക്കെ എഴുതണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, ആ കവിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു. അതുപോലെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണമെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? കൃത്യമായി പഠിച്ചല്ലോ മക്കൾ? ഓക്കെ ആണല്ലോ? അപ്പോൾ 2 ചോദ്യവും വന്നാൽ നിങ്ങൾ നന്നായി എഴുതുക. അത് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ മക്കളെ, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബായ്.